ഗുഡ് മോർണിംഗ് ഗൈസ്. എക്കോസ് ടീമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. ഡേ 3 നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വൈസാഗ് ടു ഖരഗ്പൂർ, അതായത് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊൽക്കത്ത എൻട്രി ചെയ്യണം. നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒറീസ ക്രോസ് ചെയ്തിട്ടാണ് കൊൽക്കത്തയിലോട്ട് പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഉറങ്ങില്ല. ഇന്നലെ രാത്രി വിഷ്ണുപുരോട് ഒന്ന് സിറ്റിയിലൊക്കെ ഒന്ന് രാത്രി ഒന്ന് കറങ്ങി. കാരണം വൈസാഗ് ഒന്ന് കാണാനുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം വൈസാഗിൽ നമുക്ക് കറങ്ങാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. എങ്കിലും വന്ന സ്ഥിതിക്ക് ഒന്ന് കറങ്ങാമെന്ന് വെച്ചിട്ട് നമ്മൾ പുള്ളി നമ്മളെ ലേറ്റ് നൈറ്റിലൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് കറക്കി നമ്മൾ റൂമിലൊന്ന് കിടന്നപ്പോൾ ഒരു 3:30 മണിയായി. പക്ഷേ ഇന്നലത്തെ ദിവസവും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു. കാരണം നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ് ട്രീബോക്കാർ നമ്മളൊന്ന് സർപ്രൈസ് തന്നെന്ന് വെച്ചാൽ നമുക്കിവിടെ എത്തിയപ്പം ഞാനാണ് ആദ്യം എത്തി ഞാൻ വണ്ടിയുടെ പാർക്കിങ്ങിൻ്റെ കേസൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പം അവർ പറയാണ് നമുക്ക് ഇതവിടെ PPS ഫോൺ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് അവർ പറഞ്ഞു ഇതേപോലെ റൂമില്ലെന്ന്. റൂമില്ലേ, നമ്മൾ ഓൾറെഡി കൺഫർമേഷൻ തന്നു, പേയ്മെൻറ്റൊക്കെ ചെയ്താണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് മെസ്സേജൊന്നുമില്ല, ഹെഡ് ഓഫീസിൽ നിന്ന് മെസ്സേജൊന്നുമില്ല. ഇപ്പം ട്രീബോ എന്ന് പറയുന്ന കുറേ ചെയിൻ ഓഫ് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടി, ഈവൻ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും അവർക്ക് റൂംസ് ഉണ്ട്. പക്ഷേ നമ്മൾ എല്ലാ ട്രീബോ എടുത്തില്ല, 2 സ്ഥലത്ത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 10 റൂമായിരുന്നു ബുക്ക് ചെയ്തത്. പിന്നെ നമ്മളൊരു അഡീഷണൽ വന്നപ്പോൾ അത് 11 ആക്കി. അപ്പം അവരുടെ ഇതനുസരിച്ച് റൂം ലോക്ക് ചെയ്യാൻ 50% പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 10 റൂമിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിരുന്നു. 11ാമത്തെ റൂം ആഡ് ഓൺ ചെയ്തപ്പം അവരുടെ എക്സിക്യൂട്ടീവ് നമ്മുടെ അടുത്ത് പേയ്മെൻറ്റ് കേസ് പറഞ്ഞില്ല, നമ്മൾ കൊടുത്തതുമില്ല. സാധാരണ അവർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വാട്സപ്പിൽ തന്നെ പേയ്മെൻറ്റ് ലിങ്ക് വരും. നമ്മളതിൽ കയറി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ കൺഫർമേഷൻ തരും. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊന്നും സംഭവിക്കാണ്ട് ഇത് താനെ ക്യാൻസലായി. അപ്പോൾ ഇതെന്ത് ലോജിക്കാണെന്നാണ് മനസ്സിലാവാത്തത്. അപ്പം രാത്രി അവർ വിളിച്ചിട്ട് 1 മണിയാകുമ്പോൾ പറഞ്ഞു, സാറേ നമ്മൾ റൂം ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ പറഞ്ഞു വേണ്ട, ഇനിയിപ്പോൾ ഇത്രയും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു കമ്പനി ആയതുകൊണ്ട് ഈവൻ ഒരു മെയിൽ പോലും നമുക്ക് അയച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സർപ്രൈസിങ്. അതായത് ക്യാൻസലേഷൻ മെയിൽ പോലും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഏകദേശം 740 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഏകദേശം 13-13.5 മണിക്കൂർ യാത്രയുണ്ട്. ഏകദേശം 10 മണിയാണ് കാണിക്കുന്നത് ETA. ഇന്നും നല്ല ലേറ്റ് ആവും. നമുക്ക് ഇന്ന് 7:30 മണിക്ക് നമുക്ക് ഇന്നും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, പക്ഷേ എല്ലാവരും ഇറങ്ങി വന്നപ്പോൾ തന്നെ 8:30 മണിയായി. ഇതാണ് അപ്പോഴത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. കുഴപ്പമില്ല. അമലെന്തെന്ന് ഉറങ്ങുന്ന എഡിറ്റിങ്ങാ? നീ എന്തൊരു എഡിറ്റ് ചെയ്യുന്നു? റീൽ എഡിറ്റിങ്. ഓക്കെ, എന്നിട്ട് റീൽ എവിടെ? ഓക്കെ, ദൂരമുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇവിടെ നിന്ന് NH തിരിക്കാൻ ശേഷം ഇനി 9 കിലോമീറ്റർ കൂടെ പോകണം. ഓൾറെഡി നമ്മളൊരു 10 കിലോമീറ്റർ വന്നു. നമുക്ക് ഇന്നത്തെ ട്രിപ്പ് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടില്ല. ചെയ്തോ? ഓക്കെ, റീസെറ്റ് ചെയ്തു. 15 കിലോമീറ്റർ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓടി. അപ്പം വൈസാഗ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സിറ്റിയാണ് കേട്ടോ, നല്ല വലിയ സിറ്റി. കാരണം കുറേ നേരമായിട്ട് നമ്മൾ സിറ്റിക്കകത്ത് കയറിയിട്ട് തന്നെ, കാരണം ഇന്നലെ ഒരു റൂമിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു 10-15 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഇപ്പോഴും നമുക്ക് ഒരു 10-15 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. കിടന്ന് കറങ്ങുകയാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ നമ്മൾ നീളത്തിൽ തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ട്, അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സ്റ്റിൽ അത്യാവശ്യം ഒരു നല്ല കൺജസ്റ്റഡ് സിറ്റി തന്നെയാണ്, ഒരു പ്ലാൻഡ് സിറ്റി തന്നെയാണ്. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട് കേട്ടോ. ഇന്നലെ ഒരുപാട് ഇൻഡസ്ട്രീസ്, ബീച്ചൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സബ്മറൈൻ്റെ ഇവരുടെ ഒരു ഡീകമ്മീഷൻ ചെയ്ത സബ്മറൈൻ അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പകൽ വരാനെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. എനിക്കൊന്ന് 8 മണി വരെ 9 മണി വരെ ഓപ്പൺ ആണത്. അത് അപ്പോഴും വന്നാലും കാണാം. നമ്മൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. നോക്കട്ടെ, തിരിച്ചു വരുമ്പം ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. കാരണം ഇപ്പോൾ ഓൾറെഡി നമുക്ക് 21 days ആയി. ഇനി വേണമെങ്കിൽ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 22 ആക്കാം. നമുക്കിവിടെ തപ്പിയിട്ട് നല്ലൊരു ഇത് കിട്ടിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലൊരു റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇപ്പോൾ NH വന്ന് കയറിയിട്ടുണ്ട്. NH കയറുന്നില്ല, NH മുകളിൽ NH ഉണ്ട്. ഇനി NH നിന്ന് കയറാൻ പോവുകയാണ്. കയറിയിട്ട് വേണം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എല്ലാവരും പുറകിൽ വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും, തമിഴ്നാടും ഓക്കെയാണ്.
ആവശ്യത്തിന് റെസ്റ്റോറൻറ്റും നമുക്ക് ദോശയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇവിടെ നിന്ന് ഇത്രയും വണ്ടി പാർക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻ്റ് ഒന്നും ഇവിടെ കണ്ടില്ല കേട്ടോ. അത്രയും നമ്മൾ വന്നിട്ട് 10-18 കിലോമീറ്റർ വന്നിട്ട് ഒരുപാട് നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കി, ഒന്നും കണ്ടില്ല. അപ്പോൾ മുന്നോട്ട് നോക്കാം എല്ലാം കിട്ടും. ഇപ്പോൾ സമയം ഏകദേശം 8:55 ആവുന്നു. ഇപ്പോൾ നമ്മൾ NH എത്തിയിട്ടുണ്ട് കേട്ടോ. NH കയറി ഇനി നോക്കാം നല്ല റെസ്റ്റോറൻറ്റ് കിട്ടുമെന്ന്. കിട്ടാണ്ടിരിക്കില്ല. പക്ഷെ നമുക്ക് എല്ലാം ആ റൂമിൻ്റെ കാര്യം ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റി. വെറുതെ നമുക്ക് ഉറങ്ങാനുള്ള സമയവും പോയി കിട്ടി. ഒരുപാട് ബുദ്ധിമുട്ടായിട്ടോ. അവസ്ഥയാണ് ഗൈസ്. നമ്മൾ ഇത്രയും നേരം ഇറങ്ങിയിട്ട് ഏകദേശം 1 ഹവറോളമായി. നമ്മൾ ഫുള്ള് തപ്പിയിട്ട് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് പോലും കിട്ടുന്നില്ലെന്നുള്ളതാണ്. നമ്മുടെ നാടകം എന്ത് പൊളിയാണെന്നാണ്. അയ്യോ എൻ്റെ അമ്മോ, ഇവിടെ ആരും വെളിയിൽ നിന്നൊന്നും കഴിക്കത്തില്ലെന്ന്. ഒരു കട പോലും കാണും. ഇവിടെ കടയെന്ന് വെച്ചാൽ ചെറിയ മറ്റേ പെട്ടിക്കട പോലത്തെ കട അല്ലാണ്ട്. കാരണം നമുക്ക് അവിടെ ഇത്ര ആൾക്കാരെ വെച്ച് കയറി കഴിക്കാൻ പറ്റില്ല. കാരണം നിൽക്കാനോ ഇരിക്കാനോ തലയില്ലെങ്കിൽ പിന്നെ എങ്ങനെ കഴിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കട അല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല. ഒരു കമ്മത്തെന്ന് പറഞ്ഞ് കമ്മത്തുനിന്ന് ഒരു വലിയ ബോർഡുണ്ടെന്ന് വിചാരിച്ച് സെറ്റപ്പ് ആയിരിക്കും നമ്മൾ ചെന്ന് ഓടിയ ചെന്നപ്പം ഹോട്ടൽ ബാക്കിൽ കമ്മത്ത് കാണിക്കുന്നു. നമ്മൾ അവിടെ ഇല്ല, നമ്മുടെ ഈ ടിഫിൻ സെൻ്ററാണ്, ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം ഉടായ്പാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു ബെറ്റർ എൻവയൺമെൻറ്റ് പ്രതീക്ഷിച്ചതാണ് ഇവിടെ. പക്ഷെ ഇതൊരു ഇതുമില്ല. ആന്ധ്ര ഗൈസ് നമ്മളെ വിഷമിപ്പിച്ച് കളഞ്ഞു മൊത്തത്തിൽ. നമുക്കിവിടെ ഒരു ഫൈനലി ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. വലിയ മെച്ചമൊന്നുമില്ല, പക്ഷേ വേറെ ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് ഇത് തന്നെ കഴിക്കാം. അപ്പം അടുത്ത റീഫില്ലിങ് എടുക്കാമെന്ന് വെച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ ഫ്യൂവലിന് റേറ്റ് കൂടുതലാണ്. അപ്പം എല്ലാ വണ്ടിയും റീഫിൽ ചെയ്ത് നമ്മൾ വീണ്ടും പോവുകയാണ്. ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. എത്ര രൂപയാടാ? അത് എയർ പ്രഷർ കയറുന്നു. കുളുകുള സൗണ്ട് കയറി ഡീസൽ അകത്തോട്ട് വലിച്ചെന്ന്. അതിനകത്ത് വല്ല ഭൂതം ഇരിക്കുന്നതാണ്. ഡീസൽ പോയി. ഇവിടെ 3033 ലിറ്റർ കയറിയോളാ. കുഴപ്പമില്ല, അതിൽ എണ്ണ കിടപ്പുണ്ടല്ലോ. അപ്പം അമ്മ പോവാം. बिल किसले चाहिए ले लो അപ്പോൾ നമ്മൾ 4ാമത്തെ റീഫില്ലിങ് ചെയ്തു. ഇന്ന് നമ്മളെ 3rd ഡേ ആണ്. നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ 2 തവണ ഫ്യൂൽ അടിച്ചല്ലേ. ഇന്നലെ നമ്മൾ 1 അടിച്ചോളൂ. ഇന്നലെ പക്ഷേ നമ്മൾ 30 ലിറ്റർ അടിച്ചോളൂ കേട്ടോ. ഇന്നും നമ്മൾ തീർന്നില്ല. നമ്മൾ 33 ലിറ്റർ ഡീസൽ ഇന്നും നമുക്ക് അടിക്കേണ്ട ആവശ്യം വന്നോളൂ. അപ്പം ടോട്ടൽ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് എത്ര ട്രിപ്പായി? 1662 കിലോമീറ്റർ ഓടി. ഫ്യൂവലിൻ്റെ കണക്ക് നമ്മൾ ജസ്റ്റ് ഫൈനൽ ട്രിപ്പ് തീരാറാകുമ്പോൾ പറയാം എത്ര ആയി എന്നുള്ളത്. കുഴപ്പമില്ല, ഏകദേശം 17-18 ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അമലെ പെട്ടിക്കട തുറക്കുമോ? പെട്ടിക്കട തുറക്കുന്നതാണ്. 10:15 പെട്ടിക്കട തുറക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളവിടെ പിന്നെ ഡ്രൈവ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഡ്രൈവ് കഴിഞ്ഞാൽ പിന്നെ സ്നാക്സ് കഴിക്കുന്നത് കുറവായിരിക്കുമല്ലോ. അതെ. ഓ ടോളെത്തി ഗൈസ്, അടുത്ത ടോളെത്തി. അപ്പോൾ എല്ലാവരും ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. ആദ്യത്തെ വണ്ടി നമ്മുടെ പൈലറ്റ് 90. നമ്മൾ കുറച്ച് വണ്ടി ഫ്രണ്ടിലായി. അപ്പോൾ അടുത്ത സെക്കൻഡ് ബാച്ച് വണ്ടി 100, 3ാമത്തെ ബാച്ച് വണ്ടിക്ക് 110. അതാണ് ഇപ്പോഴത്തെ ലോവബിൾ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതാകുമ്പം ചെറിയ ഡിസ്റ്റൻസ് 4-5 മിനിറ്റിൽ കവറായി മാനേജ് ആവും. അടിപൊളിയല്ലേ? ഓൾഡ് മങ്ക് വൂൾഫൊക്കെ ചെയ്ത് ഇതാ ഇങ്ങനെ പറന്ന് വരണം. ഹെൽമെറ്റിന് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സേഫായിട്ട് ടാങ്കിൻ്റെ വണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടാങ്കിൽ വെയിൽ കൊള്ളാണ്ടിരിക്കാനാണ്. ഇവിടെ ആന്ധ്രാപ്രദേശിൽ ഹെൽമെറ്റ് മാൻഡേറ്ററി ഇല്ലെന്ന്. ആരെ തലയിൽ ഹെൽമെറ്റ് ഇല്ല. സ്പീഡ് ക്യാമറ ഇല്ല, കുഴപ്പമില്ല. ട്രിപ്പിൾസും ഉണ്ട്. അതെ ട്രിപ്പിൾസ്, അതായത് മെയിൻ ടൗണിൽ കൂടെ യൂണിക്കോൺ 100 പോകണം. അല്ലെങ്കിൽ നീ യൂണിക്കോൺ ഫാനല്ലടാ അമലെ?
ട്രിപ്പിന്റെ ഡേ 3 ആണ്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മളിപ്പോ പോകുന്നത് നിതീഷിന്റെ കാറിന്റെ പുറകെയാണ്. അല്ലടാ നീ എങ്ങോട്ടാ പോണേ? നമ്മളെവിടെയാ പോകുന്നത് ശരിക്കും? കർദാപൂർ, ഒഡീസിയ, കരക്പൂർ. നമ്മൾ കരക്പൂറാണ്. അമല് നമ്മളെ വണ്ടിയിലെ പറ്റില്ല. നീലാകാശം പച്ചക്കടലിലെ ചുവന്ന മൂവില് സുനിയാണ് കേട്ടാ. സുനി പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ടാണ്, നിന്റെ കയ്യിലെ എണ്ണ അടിക്കാനും ഫുഡിനുള്ള കാശുണ്ടോ എന്ന് ഏതറ്റം വരെ പോവാനും ഞാനുണ്ട്. എണ്ണ അടിക്കാനുള്ള കാശും ഫുഡിനുള്ള കാശും ഇല്ലാന്ന് പറഞ്ഞിട്ടും വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാക്ക് സീറ്റിൽ ഞാൻ ഇരിക്കുന്നു. ചെറിയ കുഞ്ഞു കച്ചവടങ്ങളൊക്കെ നടത്തി യാത്രയ്ക്കുള്ള കാശ് കണ്ടെത്തുക എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം, കർത്തവ്യം. അപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവരെ പാനിക് ആക്കിയതാണോ അതോ അവര് നമ്മളെ കണ്ട് പാനിക് ആയതാണെന്ന് അറിയില്ല. അവർക്ക് ആർക്കും ചെപ്പണ്ടി അല്ലാണ്ട് വേറെ ഒന്നും അറിഞ്ഞൂടാ. ചെപ്പണ്ടി കുറെ മലയാളം ഈ ഇവര് തെലുങ്കല്ലേ ഭയങ്കര സിങ്കാണ്. ഇന്ന് വണ്ടി കുറച്ച് മുമ്പോട്ടിരുന്നാണ് പമ്പിലെ പയ്യൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ പറഞ്ഞത് മലയാളമാണോ തെലുങ്കാണെന്ന് ചോദിച്ചു. അപ്പൊ തെലുങ്കാണെന്ന് പറഞ്ഞു. അല്ല, അതെന്തോ എന്റെ അടുത്ത് അവനും പറഞ്ഞു. എനിക്കൊരു വാക്ക് ഹോട്ടലിൽ ഞാൻ പോയിട്ട് ഹിന്ദിയും തമിഴും മിക്സ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് അവർ ഇങ്ങോട്ട് പറയുന്നത് മലയാളമാണ്. എവിടെ ഹോട്ടലിൽ അവര് കുറെ പേർക്ക് അവര് യൂസ് ചെയ്യുന്നതല്ല അവിടെ ഇരിക്കുക എന്നൊക്കെ യൂസ് ചെയ്യണേ. അല്ല, ചില വേർഡ്സ് ഒക്കെ അറിയായിരിക്കും. പക്ഷെ നമ്മള് ഹോട്ടലിൽ ശരിക്കും പക്ഷെ നമ്മള് ഹോട്ടലിൽ നമ്മൾ ഇന്ന് ഇത്തിരി റെസ്റ്റോറന്റിൽ ഇത്തിരി ഇതായി. സംസ്കൃതിയാ സംസ്കൃതി സംസ്കൃത് കോളേജ്. പെട്ടുപോയത്. പിന്നെ ഞാൻ വേറൊരു കോമഡി ഒക്കെ കാണിച്ചു തരാം. ഒരാള് ഇത് കണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ഈ എല്ലാ വണ്ടികളിലും ഈ ഗ്യാസ്ട്രൈറ്റിക് സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാറുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് ഈവൻ എന്തെങ്കിലും ഒരു ബ്ലോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തതിന് അപ്പം തന്നെ നമുക്ക് ഇഞ്ചി ചായ, ടീ, ജ്യൂസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ചായ ആണെങ്കിൽ ഇവിടെ എടുക്കാം, ജ്യൂസ് ആണെങ്കിൽ എടുക്കാം. ഇത് പറഞ്ഞു വന്ന കാര്യം എന്തെന്ന് വെച്ചാല് എന്ത് പറഞ്ഞാലും അപ്പഴേ ഇഞ്ചിയാവും. ഇപ്പൊ ഇന്നത്ര ആക്റ്റീവ് എന്നാണെന്നറിയോ? സ്റ്റിയറിംഗ് കൊടുത്ത്. അല്ലാത്ത പക്ഷെ സ്റ്റിയറിംഗ് ഇപ്പുറത്ത് ഇരുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഇരിക്കും ഉറങ്ങി. അപ്പൊ അതുകൊണ്ട് അത് സന്തോഷവും. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സ്റ്റിയറിംഗിൽ നിന്നാണ് ചാർജ് കയറുന്നത്. തലച്ചോറിലും എല്ലാ ഈ പറഞ്ഞ മസ്തിഷ്കത്തിലോട്ട് കയറുന്ന ഒരു സിഗ്നൽ ആ സ്റ്റിയറിംഗിൽ നിന്നാണ് കൊടുക്കുന്നത്, എയർ ബാഗ് വഴി. ഷോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തലയ്ക്ക് ഷോക്ക് കിട്ടിയ പുള്ളിക്ക് കാര്യങ്ങൾ ഓടാവുള്ളൂ. ചെറിയൊരു പവർ കൊടുത്തിട്ടുണ്ട്. ഇല്ല, ഞാൻ കട്ടിയില്ല, ഉറപ്പായിട്ടും കട്ടിയില്ല. 2 ദിവസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യുന്നത് ഇത്തവണ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. അത് പിന്നെ യൂട്യൂബ് പ്രത്യേകത വെച്ചാൽ ജീവിതകാലം മുഴുവൻ ആ ചാനലിൽ തന്നെ കിടക്കും. വീണ്ടും നമ്മുടെ അണ്ണ എത്തിയിട്ടുണ്ട് 100 കിലോമീറ്റർ സ്പീഡിൽ. നമ്മൾ 100-ലല്ല. ഇനി വന്നുകളയല്ല അണ്ണ, ചാടിക്കളയല്ല. ബുദ്ധിയുണ്ട്. ഉള്ള ലെഫ്റ്റ് ക്ലിയർ ആണ്. നമ്മുടെ പുറകെയാണ് വണ്ടികൾ. 3 വണ്ടി 4 വണ്ടി. 100 ക്രോയ്സ്. ഡിഗ്രിയാണ് ഗൈസ് വെളിയിലത്തെ ചൂട്. ഏപ്രിൽ അടുത്ത മാസം ആകുമ്പോൾ ഒരു 42-43 പോകുമായിരിക്കും ഇവിടെ അല്ലേ. വലിയ തിരക്കൊന്നുമില്ല, പോകുന്നുണ്ട്. നമ്മളൊരു 100 ക്രൂയിസ് 100-104 ഇപ്പോൾ ക്രൂയിസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 517 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 9 മണിക്കൂർ 40 മിനിറ്റാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കാഴ്ചകൾ കാണിക്കണമെന്നൊന്നുമില്ല നമ്മുടെ കാര്യം. നോർമലായിട്ട് നമ്മളെല്ലാ റോഡിലും കാണുന്ന കുറച്ച് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. നമ്മളൊരു 100 മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇനി 516 കിലോമീറ്റർ കൊണ്ട് ഓടാറുണ്ട്. ഇന്നിപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം 3.5 മണിക്കൂറായി ട്രിപ്പ്. 232 കിലോമീറ്റർ ഓടി.
ഇടയ്ക്ക് ഒരു ബ്ലോക്കിൽ കുറച്ച് സമയം പോയായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം ഇനിഷ്യലി നമ്മളൊന്ന് ചെറിയ സ്ലോയിലാണ് വന്നത്. കാരണം വെച്ചാൽ ഒരു വണ്ടി ബാക്കിലായിരുന്നു. അപ്പോൾ അതിനൊന്ന് പിടിക്കാൻ കൂടെ ആക്കാൻ വേണ്ടിയിട്ട് പയ്യെ പോയത്. കൊൽക്കത്ത ഇനി 635 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ വണ്ടി ആദ്യമായിട്ട് ഇപ്പം നമ്മൾ ഇതുവരെ ഈ ട്രിപ്പിൽ നമ്മളെല്ലാം കവർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റിൽ കൂടെ വണ്ടി ഓടുന്നത്. അപ്പം ഇത്തവണ നമ്മളൊരു പുതിയ സ്റ്റേറ്റിലോട്ട് കയറാൻ പോകണം. ഏതാണ് ആ സ്റ്റേറ്റ് നെക്സ്റ്റ് കയറാൻ പോകണം? പുതിയ സ്റ്റേറ്റ് ഒഡീസ. നമ്മൾ ഒഡീസ പുതിയൊരു സംസ്ഥാനത്തിലേക്ക് വൈപ്പർ അങ്ങനെ കയറാൻ പോവുകയാണ്. വൈപ്പർ മാത്രമല്ല, നമ്മുടെ ഒട്ടുമിക്കുള്ള വണ്ടികളും മിക്കവാറും ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സംസ്ഥാനത്തോട്ട് വണ്ടി കയറുന്നത്. നമ്മൾ പുതിയതായിട്ട് ഒറീസയിൽ കയറും, പിന്നെ വെസ്റ്റ് ബംഗാളിൽ കയറും, ആസാമിൽ കയറും, അരുണാചൽ പ്രദേശിൽ കയറും, മേഘാലയയിൽ കയറും, പിന്നെ സിക്കിമിൽ കയറും. അപ്പോൾ ഏകദേശം നമുക്കൊരു 6ഓളം പുതിയ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ആ ഒരു മൈൽ സ്റ്റോൺ ആണ്. പുതുതായിട്ട് 6 സംസ്ഥാനം കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ ബീഹാറും കയറും കേട്ടോ. അപ്പം 7ാമത്തെ സംസ്ഥാനം. ഇനി മിച്ചമുള്ളതെന്ന് പറയുന്നത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് നാഗാലാൻഡും പിന്നെ അത് ബാക്കിയുള്ള കൊഹിമ. അങ്ങനെ ഒരു സംസ്ഥാനം കൂടെ കാണും. ഇത്ര സംസ്ഥാനം മാത്രമാണ് പിന്നെ വൈപ്പർ കവർ ചെയ്യാനുള്ള സംസ്ഥാനങ്ങൾ. ബാക്കിയെല്ലാം പോവും. ഉത്തരാഖണ്ഡും ഛത്തീസ്ഗഡും ജാർഖണ്ഡൊക്കെ നമുക്ക് വലിയ പാടുള്ളതൊന്നുമല്ല. വേണമെങ്കിൽ ഈ ട്രിപ്പിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ നമ്മളത് എടുത്തില്ല. ഈ പറഞ്ഞ ഉത്തരാഖണ്ഡ് ഒന്ന് പോയി കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നാഗാലാൻഡിൽ പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് അവസരം വരുവാണെങ്കിൽ നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കും. അങ്ങനെ നമ്മൾ ഒഡീസയിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വൈപ്പർ ഒരു സംസ്ഥാനം കൂടെ നമ്മുടെ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തേക്കാണ്. അങ്ങനെ ഞാൻ എണ്ണീട്ടില്ല എത്ര സംസ്ഥാനത്ത് പോയിട്ടുണ്ടെന്ന്. അപ്പം മിച്ചം വെച്ച് നോക്കുമ്പം നമുക്ക് ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ട് രാമലെ? എത്ര? 29. ഓ അമൽ, നീ ഭയങ്കര പുലിയാണ്. അപ്പം ഏകദേശം നമ്മൾ 20 മുകളിൽ സംസ്ഥാനങ്ങൾ നമ്മൾ പോയിട്ടുണ്ട് ഗായ്സ്. പോയിട്ടുണ്ടെന്നല്ല, ഈ ട്രിപ്പോടെ കംപ്ലീറ്റ് ചെയ്യും. സന്തോഷം. നമുക്ക് ഇതുപോലുള്ള ട്രിപ്പ് പോകാൻ അവസരമുണ്ടാക്കി തരുന്ന എക്കോസ്റ്റീമിയം ക്ലബ്ബ്, അതിലെ മെയിൻ അഡ്മിനായ അരവിന്ദ് സുനിൽ. അരവിന്ദാണ് ഈ ട്രിപ്പിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നതും. എല്ലാവരും നോക്കി ഇതെന്ത് സാധനമാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് കൂടെ പിടിക്കുമെന്തോ ഒന്ന് പറന്നു വരുന്നുണ്ട്. ഗോപാൽപൂർ സ്ഥലത്തിൻ്റെ പേരില്ലേ. വണ്ടിയുടെ സ്പീഡ് ദൂരെ നിന്ന് ട്രാക്ക് ചെയ്യുന്നുണ്ടോ? ഏത് വണ്ടിയുടെ സ്പീഡ് റെഡി കാണിക്കുന്ന ക്യാമറ അടിക്കുന്ന സാധനം തന്നെ തോന്നുന്നുണ്ട്. ഇതെന്താ 44 ഏത് വണ്ടി കാണിക്കുന്നത്? നമ്മുടെ 67 വണ്ടി കാണിക്കുന്നത്. 66. അയ്യോ, സ്ലോ ഡൗൺ. പുറകെ വരണം രക്ഷോട്ട്. അടുത്ത റോഡ് ടാറിങ് കിടക്കുന്നുണ്ട്. റോഡ് മറ്റേ ടാറ് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് നോക്കിയാണ് ഗൈസ്. കൊച്ചു പയ്യനടേ ഈടോ അല്ലേ? അത്ര വരത്തുള്ളൂ. കൊച്ചു പയ്യൻ നിന്ന്, അതും പബ്ലിക് റോഡിൻ്റെ പണി ചെയ്യുന്നു. ബാലവേല നിരോധിച്ച ഇന്ത്യയിൽ ഹാർഡ് വർക്കാ ഈ പടാടുന്നു. ഹാർഡ് വർക്ക് എന്തു പറയുന്നത്? എന്തായാലും കൊള്ളാം ഗൈസ്. ഇതൊക്കെ ആൾക്കാർ കാണുന്നില്ലെന്നുള്ളതാണ് ബാലവേല. ഇവിടെ എവിടെയോ ഇൻ്റർസെപ്റ്റർ കിടക്കുന്നെന്നൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇൻ്റർസെപ്റ്റർ എവിടെയാണ് കിടക്കുന്നതെന്ന്. നമുക്കൊരു 60-70 പോകാം. ഇൻ്റർസെപ്റ്റർ ദൂരെ നിന്ന് കാണുന്നുണ്ടെങ്കിൽ പറയണേ. മരത്തിൻ്റെ മൂട്ടിലൊരു വണ്ടി കിടക്കുന്ന ഒരു ഫീല് കാണും. ഇൻ്റർസെപ്റ്റർ അവിടെ കിടക്കുകയാണ് ഗൈസ്. ഇതാ കിടക്കുന്നു ഇൻ്റർസെപ്റ്റർ. ആൾക്കാരൊക്കെ പിടിച്ച് ചേർത്തിട്ടുണ്ട്. വലിയ ഇൻ്റർസെപ്റ്റർ. ഇത് ഇത്രയും വലിയ സാധനം തന്നെയാണ് ഇതിനകത്ത്.
എന്തായാലും നമ്മൾ ഇന്റർസെപ്റ്റർ ഒന്ന് രക്ഷപ്പെട്ടു ഗൈസ്. ഒറീസയിലൂടെ ചീറിപ്പാഞ്ഞ് പോവുകയാണ്. നല്ല ക്ലീനാണ് കേട്ടോ. ഒറീസയും വലിയ കുഴപ്പമൊന്നുമില്ല. ഒറീസയും ക്ലീനാണ്. അങ്ങനെ വൃത്തികേടായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഇതുവരെ കണ്ടില്ല. എല്ലാം നല്ല ക്ലീൻ. ഏത് സംസ്ഥാനമായിരിക്കും ഉള്ളതിൽ ഏറ്റവും വൃത്തിയുടെ കാര്യത്തിൽ മോശമെന്ന് ഞാൻ മുന്നോട്ട് പോയിട്ട് പറയാം. അതാ ലഞ്ചിനൊരു സ്പോട്ട് നമ്മുടെ പൈലറ്റ് വർക്കിൽ ഹോട്ടൽ രാജ് റാംബ എന്നെഴുതിയിരിക്കുന്നു. വഴി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി കിടക്കുന്നുണ്ട്. അടിപൊളി. നമ്മുടെ യു ടേൺ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാഡോ, നമ്മുടെ ഡോക്ടർ എബി പുള്ളി ഇങ്ങനെ വഴിയിൽ വണ്ടി ഇട്ട് കിടക്കുകയാണ്. സൂപ്പർ. ഇവിടെ നമുക്ക് കയറാൻ പറ്റൂലേ? അയ്യോ പട്ട്. അയ്യോ ട്രക്ക് 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 ട്രക്ക്. എന്ന് അല്ല ഇത് കേട്ടില്ല. അപ്പൊ ഇനി നമ്മളെ അടുത്ത പുള്ളിയെ വിട്ടു ഇനി അടുത്ത് നമ്മളെ ഇന്ന് ബോറിംഗ് ഉണ്ടാ ഡ്രൈവ്? അടിപൊളി ഡ്രൈവ്. ഇന്നത്തെ സ്പീഡ് കുറച്ചാണല്ലോ വണ്ടി ഓടിച്ച. പ്രീജു എന്താണ് പരിപാടി? എഡിറ്റിംഗ്. ഹായ് ഹായ്. എങ്ങനെയുണ്ട് ഡ്രൈവ്? ഉറങ്ങി എന്ന വണ്ടിയിൽ? എന്ന അമ്മയാണല്ലോ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയ മുകളിൽ. ആരാ വണ്ടിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു? ഇന്നലത്തെ ക്ഷീണം കുഴപ്പമില്ല, സ്വാഭാവികം. എവിടെ എത്തി ഇപ്പൊ? നമ്മൾ എവിടെ എത്തി? ഒറീസ. നമ്മൾ ഒറീസയിലാണ്. ഒറീസയിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കാനിരിക്കുകയാണ്. അടുത്ത ആളുടെ അടുത്തോട്ട് പോവാം. വായിൽ കൈയിട്ട് ഒരാൾ നിൽക്കുന്നത്. നമ്മൾ ഒറീസയിലെത്തി. ഒറീസയിൽ കമ്മല് ലൂസായത് കാണി. ഒറീസയിലെത്തി. നിതീഷേ ഇന്നിവിടെ നെറ്റ്വർക്ക് ഉണ്ടടാ? ഓ ഇത് ഫുൾ ടൈം ഫോണിലാണ്. ദീപു ചേട്ടാ എന്തായി? ഫ്രൈഡ് റൈസ് വന്നിട്ട് പറയല്ലേ? കട്ടക്കലിപ്പ് നോക്കിയേ. പൊരിച്ച മീനൊന്നും തന്നില്ലടാ. അതെന്ത്? ഇതെന്ത് പപ്പടത്തിന്? എനിക്ക് വേണ്ട. മീനിന്റെ ഷേപ്പിലുള്ള പപ്പടം. ഹായ് സാമി. കേരളം വിട്ട് വെച്ചാൽ പണ്ഡിറ്റാണ്. സന്തോഷ് പണ്ഡിറ്റ്. ഷെബീർക്ക നമ്മള് നാളെ അല്ലേ ഓടുന്നേ മാരത്തോൺ? അതെ മറ്റന്നാളാണോ? തവാങ്ങിൽ ചെന്നിട്ടാണല്ലേ? ഞാൻ എന്തായാലും ഇക്കാടെ ഓടുള്ളൂ. ഞാൻ പക്ഷെ 2.5 കിലോമീറ്റർ ഓടത്തുള്ളൂ കേട്ടോ. ഞാൻ 5 കിലോമീറ്റർ ഓടി ചാവാനില്ല. ആ എന്നാ ശരി. തവാങ്ങിൽ നമ്മൾ സമയമുണ്ട്. മുംബൈയിൽ പോയി ഓടിയാൽ ചിലപ്പോൾ ചത്തു. ഇതെന്താ സംഭവം? ഇത് എവിടെ നിന്ന് ചാടി വന്ന കുരങ്ങനാണ്? എൻ്റെ അമ്മോ ഇത് അവൻ. ഓക്കെ അല്ലേ? നല്ല തണുത്ത വെള്ളം കുടിച്ച് തൊണ്ടവനാക്കണ്ട കേട്ടാ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാണ് കേട്ടോ. ഇവിടുന്ന് ഒരു രാജാ ധാബ എന്ന് പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ഫുഡൊക്കെ അത്ര സുഖമല്ല, എന്നാലും തലക്കാലം മാനേജ് ചെയ്തതിൽ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിച്ചു. നോർത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഫുഡ് തൽക്കാലം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. നോർത്തിൽ വന്നു കഴിഞ്ഞാൽ ആഹാരത്തിൻ്റെ കാര്യം വലിയ പാടാണ് അല്ലേ? എന്തായാലും കുഴപ്പമില്ല.
തോന്നുന്നു കണ്ടത്. മോളിൽ നിന്ന് ഒരു നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. നല്ല ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു ഇത് കണ്ടിട്ട്, ലേക്ക് കണ്ടിട്ട് എനിക്ക് അതാണെന്ന് തോന്നുന്നു. നമ്മളിനി ഭുവനേശ്വർ 100 കിലോമീറ്റർ ഉണ്ട്. കട്ടക്ക് ഫുള്ള് ജാമാണല്ലോ. ജാം മീൻസ് ഇത് ജാമാണ്. പറഞ്ഞില്ല, അത് ചിൽക്ക നദി തന്നെയാണ് ഗൈസ്. നോക്കിയാൽ ചിൽക്ക റിവർ. ഇവിടെ നേവിയുടെ ട്രെയിനിങ് എന്തോ സെൻറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് നോക്കിയാൽ അതിനപ്പുറത്ത് വലിയ കടലുമാണ്. കടലെപ്പോഴും വലുത് തന്നെയാണ്. ശ്രീജു അങ്ങനെ വണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ടാ മുകളിൽ കയറുന്നിട്ട്. ശ്രീജുവിൻ്റെ കണ്ണാടി മിസ്സായി. ഇവിടെയും വണ്ടർല കണ്ടോ? വണ്ടർല ഇവിടെ വണ്ടർല എന്നിട്ട് കാണുന്നുണ്ടോ? ഇപ്പോൾ ഒരു ടീ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. 4:30 മണിയായി. നമുക്ക് നല്ല ടീ ഷോപ്പ് വല്ലതും ഉണ്ടോ തപ്പണം. കാരണം ഇത്രയും വണ്ടി ഇടാനുള്ള സ്ഥലവും കൂടെ ഒന്ന് കിട്ടണം. അതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള കാര്യം. 690 ഒക്കെ കിടക്കുന്നവിടെ മഹീന്ദ്രയുടെ ഷോറൂം. ഇവിടുത്തെ ഉടനെ ഇങ്ങനെ എടുത്ത് ഇപ്പോൾ ഞാൻ വിചാരിച്ച് ഇറങ്ങി ഓടിയിരുന്നു തൊഴി. ഗൈസ്, നമ്മൾ കട്ടക്ക് എത്താറായി. ഞാൻ പണ്ട് ട്രെയിനിൽ വന്ന സമയത്ത് ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ട്രെയിനിലിരുന്ന് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഈ നദിയിൽ പൈസ ഇടുന്നത്. അത് എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ആ ഒരു റിവർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. റിവർ ഇതാണ്. പെട്ടെന്ന് കല്യാണം നടക്കാൻ വേണ്ടി പെണ്ണുങ്ങളായിരുന്നു പൈസ ഇട്ടോ. മിക്കവാറും അതായിരിക്കും. എന്നാൽ 1 രൂപ കേട്ടോ. അരവിന്ദൻ്റെ തലയിൽ ഒഴിഞ്ഞിട്ട് 1 രൂപ കേട്ടോ. ചുമ്മാ ഇരിക്കണ്ട, ഇടണ്ടേ? 2 രൂപ കേട്ടോ. ഇല്ല, ഞാൻ സത്യം പറഞ്ഞു. സത്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും കണ്ടേ പഠിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ടോ? നീല ബൃങ്കാതി പൈസ ഇടും വെള്ളത്തില്. പൈസ ഇട്ടല്ലേ അതുമില്ല. കട്ടക്ക്, ഇതാണ് കട്ടക്ക് ടൗൺ. നമ്മൾ ഒരു ചായക്കട തപ്പിയിട്ട് 10-15 മിനിറ്റായി. പക്ഷെ ഒരു ചായക്കട പോലും കിട്ടുന്നില്ലെന്ന്. എന്താണെന്നുണ്ടോ, ഇവിടെ നിന്നുള്ള ഒരു ചായയും കുടിക്കത്തില്ല, കാപ്പിയും കുടിക്കത്തില്ല, ഒന്നും കുടിക്കില്ല. ഇതെന്തോന്നത്? ഇവിടെ സിറ്റി ആണെങ്കിലും എന്താണിത്? കഷ്ടമാണ് കേട്ടോ, അല്ലേ? രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ ഇറങ്ങി, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇറങ്ങി, ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് 10-15 മിനിറ്റ്. എൻ്റെ കേരളം എത്ര സുന്ദരം അല്ലടാ അരവിന്ദ്? എൻ്റെ കേരളം എത്ര സുന്ദരം. ഒന്നും പറയണ്ട. അമലേ, എന്ത് ചെയ്യുന്നു? നേരം ഞാനെന്നേ മാറി പോയി. മറ്റേ പാട്ട് അമ്പലപ്പുഴ പാടും. Ready, 1, 2, 3, go. No singing while driving. Huh? No singing while driving. നോ സിംഗിങ് വൈൽ ഡ്രൈവിംഗ് എന്നുണ്ട്. അപ്പോൾ ഓക്കെ. കൊൽക്കട്ട ഇനി 413 കിലോമീറ്റർ ഉണ്ട്. ഒറീസ ഇനി നമ്മൾ 297 അല്ല 260 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ. കുഴപ്പമില്ല. ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് 10 മണി. നമ്മൾ കുറച്ചും കൂടെ ഓടിപ്പിടിക്കും. 10 മണിയാകുമ്പോൾ എത്തുമായിരിക്കും. ഗൈസ്, ഇതാണ് മഹാനദി. ട്രെയിൻ പോകണുണ്ടോ? ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. നോക്കണം,
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൈസ്, ഇവിടെ ആൾക്കാർ പൈസ ഇടുമെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ അത് ഇതായിരുന്നു മഹാനദി. അപ്പം നമ്മൾ വീണ്ടും ഒരു നദിയും കൂടെ കണ്ടു. നമ്മൾ ഇന്നലെ ഏതൊക്കെ കണ്ടേ? കൃഷ്ണ കണ്ടു, ഗോദാവരി കണ്ടു, ഇന്ന് മഹാനദി കണ്ടു. അപ്പോൾ ഇത് എല്ലാം വലിയ റിവേഴ്സാണ്. ഗംഗാ നദി നമ്മൾ ഓൾറെഡി കാൺപൂർ വഴി പോകുന്നതുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. യമുന കണ്ടിട്ടുണ്ട്. അപ്പോൾ മെയിൻ നദികളെല്ലാം കണ്ടു. ഇനി നമുക്ക് ബ്രഹ്മപുത്രയെ നമുക്ക് ഇത്തവണ കാണാൻ പറ്റും. ബ്രഹ്മപുത്ര ഭയങ്കര വലുതാണ്. അപ്പം അതും ഈ ട്രിപ്പിൽ കാണാം. ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ കട്ടക്കിനപ്പുറത്ത് നിർത്തി. പണ്ടാറ ഇത് എന്ത് നാടറേ, ഒരു ചായക്കട പോലും ഇല്ലല്ലോ. നമ്മുടെ നാടൊക്കെ എന്ത് പൊളിയല്ലേ. ഇവിടെ ചായ പോയെങ്കിൽ ഇപ്പം ഒന്നും പറയണ്ട. നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് വെറുപ്പിര്, ഭയങ്കര പൈസ വിരിവ്. എന്നുവെച്ചാൽ ഭിക്ഷ ചായ കുടിച്ചിട്ട് ഒരു ബ്ലാക്ക് ടീ കുടിച്ചിട്ട് ഉപ്പിട്ട് വിവേകിൻ്റെ അമ്മയ്ക്ക് ചായ കൊടുത്തപ്പോൾ ആൻറ്റി വയ്ക്കുക ചായക്ക് ഉപ്പിട്ടാണ്. പിന്നെയാണ് മനസ്സിലായത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കട്ടിയാണ് അതെന്ന്. നമ്മൾ സാധാ ചായ കുടിച്ചപ്പോഴും ചായക്ക് ഉപ്പിട്ട ടേസ്റ്റൊക്കെ കിട്ടുന്നത്. കടൽ വെള്ളത്തിൽ വല്ലതാണ് അവിടെ ഉപ്പിടുന്നത്, അല്ല ചായ ഇടുന്നത്. ഓ, കായൽ വെള്ളം, ഇരുമ്പിൻ്റെ അംശം. എന്തായാലും കൊള്ളാം. രാത്രി ചെല്ലുന്ന ഹോട്ടലിൽ എന്തരാകും. സമയം 6:15 ആയത്. അത്യാവശ്യം നേരം നല്ല കാര്യമായിട്ട് ഇരുട്ടി വരുന്നുണ്ട്. ഇനി നമുക്കുണ്ട് ഏകദേശം 180 കിലോമീറ്ററോളം പോകണം. 10 മണിയാണ് കാണിക്കുന്നത്. 180 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 3.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഹോട്ടൽ സ്ട്രൈക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. താഴെ ഒരു അടുത്ത നമ്മുടെ പുറകെ വന്ന് നിതീഷൊക്കെ ഹോട്ടലിൽ കയറിയപ്പോൾ തന്നെ ചോദിച്ചു ഇതേപോലെ എന്താ ഹോട്ടൽ തുറക്കാത്തതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് തുറന്നു വയ്ക്കൂല, ആൾ വന്നാൽ മാത്രം ലൈറ്റൊക്കെ എടുത്തുള്ളൂ. അതാ ജോലി. അത് നല്ല സെറ്റപ്പാണ്. കാരണം നമ്മൾ ആർക്കും അറിയണ്ടല്ലോ ഹോട്ടൽ ഉള്ള കാര്യം. വേറിട്ട അനുഭവമാണ് കേട്ടോ അതൊക്കെ. നൈറ്റിൽ ഒരു പെട്രോൾ പമ്പ് തപ്പി, അതായത് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പമ്പ് നോക്കിയിട്ട് കുറേ നേരം, ഒരു 10-15 കിലോമീറ്ററായി. 15 10-20 കിലോമീറ്റർ മുകളിലായി. പമ്പ് കാണുന്ന പമ്പുകളെല്ലാം ഒന്നെങ്കിൽ ക്ലോസ്ഡ് ആണ്, ഇല്ലെങ്കിൽ പമ്പ് ടെമ്പററി ഷട്ട് ഡൗൺ ആണ്, ഇല്ലെങ്കിൽ പമ്പില്ല. എന്താണെന്ന് അറിയാൻ പോയി. ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചെടുത്തട്ടോ. റീസ ഭയങ്കര സെറ്റപ്പാണ്. അതാണ് ഒരു രക്ഷയില്ല കേട്ടോ. വളരെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുമ്പം ഈവൻ സെൻട്രൽ നോർത്ത് ആ ഒരു ഏരിയയൊക്കെ നോക്കുമ്പോൾ അവിടെ ഭയങ്കര അടിപൊളിയാണ്. ഈ ഏരിയ ഭയങ്കര മോശം ഇത് വെച്ച് നോക്കുമ്പോൾ. പെട്രോൾ അടിക്കാനും ഒന്നുമില്ല, ഒരു ചായക്കട തപ്പി കറങ്ങി പോയെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒന്നും വലിയ കോമഡി. ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഒന്നും കിട്ടുന്നില്ല. എല്ലാം വെറും പാഴ് സ്ഥലം. ഇവിടെയുള്ള ആൾക്കാർ വെളിയിൽ നിന്നൊന്നും ആഹാരം കഴിക്കില്ലെന്ന് തോന്നുന്നു അല്ലേ. ഏകദേശം വെസ്റ്റ് ബംഗാൾ ബോർഡറിലുണ്ട്. നമ്മളവിടെ തന്നെ ബംഗാളിലെത്തി. ഖരഗ്പൂർ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഒരു 65 കിലോമീറ്ററോളം ഉണ്ട്. നമുക്കാണെങ്കിൽ ഫുഡൊന്നും കഴിക്കാനൊരു റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടണില്ല കേട്ടോ. വളരെ മോശമായിട്ടുള്ളൊരു ഇതാണ് ഇവിടുത്തെ ഒരു രീതിയും കാര്യങ്ങളും. കാരണം ഒരു ഹോട്ടലൊക്കെ കണ്ടു, ഇവിടെ ഒരു ഹോട്ടൽ കാണും. ഹോട്ടൽ കാണുമ്പോൾ അതിൻ്റെ ഒരു വൃത്തി മനയും ഹോട്ടലിലില്ല. പിന്നെ വിചാരിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് തന്നെ പോകാമെന്ന്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ അവിടെ ഫുഡുണ്ട്, 12 ഫുഡ് കിട്ടും പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോകാണെങ്കിൽ കഴിക്കാമല്ലോ. നമ്മൾ ബോർഡറായി, വെസ്റ്റ് ബംഗാൾ ബോർഡറാണ്. അങ്ങോട്ട് വിളിക്കല്ലേ? ഓക്കെ, നമ്മൾ ഇങ്ങനെ ലൈറ്റ് കാണിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. നിർത്താനാണോ പോകാനാണോ പറയുന്നത്? അപ്പോൾ പിന്നെ കത്തി. അങ്ങനെ നമ്മൾ വെസ്റ്റ് ബംഗാൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു സ്റ്റേറ്റ് കൂടെ നമ്മൾ നമ്മുടെ എക്കോ സ്പോട്ടിൽ കവർ ചെയ്യുകയാണ്. അപ്പോൾ പുതിയ ഒരു ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഒരു അച്ചീവ്മെൻ്റ് കൂടി. സന്തോഷം.
വിജനമായ റോഡാണ് കേട്ടോ. വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. റോഡ് സൈഡിൽ ഇല്ല, ആൾക്കാരില്ല. വളരെ ദൂരെ മാത്രമേ ലൈറ്റ് കാണുന്നുള്ളൂ. കുറച്ചുകൂടി നേരത്തെ പോവേണ്ടതായിരുന്നു. അപ്പം നമ്മളിവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഹോട്ടൽ, കുഴപ്പമൊന്നുമില്ല. ഹോട്ടൽ അന്നപൂർണ്ണ ഇൻ. റൂംസൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഡൈനിങ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എന്തോ പാർട്ടി പരിപാടിയൊക്കെ നടക്കുകയാണ്, അതാണ് ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും യാത്ര ഇന്ന് ഭയങ്കര ദുരിതം പിടിച്ചൊരു യാത്രയായിരുന്നു. കൊൽക്കത്ത, ഒറീസ, നമ്മളിങ്ങോട്ട് ഒറീസ വെസ്റ്റ് ബംഗാൾ ബോർഡറൊക്കെ ഭയങ്കര വിജനം. വേറെ ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ സേഫായിട്ട് ഇവിടെ നമ്മളിപ്പോൾ 2 പേരെ എത്തിയിട്ടുള്ളൂ. ബാക്കി 7 പേരും കൂടെ വരാനുണ്ട്. അപ്പം അവരും വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് പെട്ടെന്ന് തന്നെ എത്തും. ഒരു 1 hour ബാക്കിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ നമ്മുടെ 4ാമത്തെ ദിവസമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.